ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് പ്രത്യേകിച്ച് പ്ലാനൊന്നും ഇല്ലാത്തൊരു ദിവസമാണെന്ന് ഞാൻ അബീനോട് പറയുന്നു. അപ്പോൾ അബി എന്നോട് പറഞ്ഞു, വാ നമുക്കൊരു സ്ഥലം വരെ പോയിട്ട് വരാമെന്ന്. എങ്ങോട്ടാന്ന് അവൻ ഇതുവരെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് എനിക്ക് വലിയ ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല നമ്മളിപ്പോൾ എങ്ങോട്ടാണ് പോകുന്നതെന്നുള്ളത്. ഇന്ന് ലീവുള്ള ഒരു ദിവസം ആയതുകൊണ്ട് തന്നെ രണ്ടുപേരും കൂടെയാണ് പുറത്തേക്ക് ഇറങ്ങിയത്. ചിലപ്പോൾ നമ്മൾ പ്ലാനൊന്നും ഇല്ലാണ്ടായിരിക്കും പുറത്തേക്ക് ഇറങ്ങുക. ചിലപ്പോൾ നമ്മൾ ഇന്ന സ്ഥലത്തൊക്കെ പോകണം തീരുമാനിച്ചിട്ടായിരിക്കും പോവുക. ഇപ്പം ഞങ്ങൾ പോകുന്നത് ഒരു പ്ലാനും ഇല്ലാണ്ടാണ് പോകുന്നത്. രാവിലെ തന്നെ നല്ല കാലാവസ്ഥയും കാര്യങ്ങളൊക്കെ ആയിരുന്നു, മഴയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം നമ്മൾ പോയി എത്തിയിരിക്കുന്നത് ഇതാ ഫേമസ് ആയിട്ടുള്ള ആദർശ് ഹോട്ടലിലാണ്. കോഴിക്കോടുള്ള എല്ലാവർക്കും ഒരുവിധം അറിയാവുന്ന ഒരു ഹോട്ടലാണ്. അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള നല്ല ഫുഡ് കിട്ടുന്ന ഒരു ഏരിയയാണ്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ നമ്മൾ അവിടെ നിന്നാണ് കഴിച്ചത്. ഞാൻ പത്തിരിയും പാഴ്സ് കറിയും കടുക്ക ഫ്രൈയും ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ടേസ്റ്റ് പിടിച്ച് വന്നപ്പോൾ സമയത്ത് ഒരു കൂന്തൽ ഫ്രൈയും കൂടെ ഓർഡർ ചെയ്തു കേട്ടോ. അടിപൊളി ഫുഡ് തന്നെയാണ് കേട്ടോ. ഇവിടെ വന്ന് കോഴിക്കോട് വരുന്നവരൊക്കെ ഒന്ന് കഴിച്ചിട്ട് പോകേണ്ട ഒരു സ്ഥലം തന്നെയാണ് ആദർശ് ഹോട്ടൽ. അങ്ങനെ നല്ല ഹെവി ആയിട്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ തട്ടിവിട്ട് വളരെ നേരത്തെ തന്നെ ഇവിടെ ഫുഡ് സെർവ് ചെയ്യും കേട്ടോ. പിന്നെ ഇവിടുത്തെ ഒരു മെനുവിൻ്റെ ഒരു ബോർഡ് കണ്ടിട്ടുണ്ട്, ജസ്റ്റ് ഇവിടെ ഞാൻ ഫോട്ടോ കൊടുക്കാം. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് അത്യാവശ്യം നല്ല വെയിലും കാര്യങ്ങളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വെറുതെ ഫോണെടുത്ത് നോക്കിയപ്പോൾ നമുക്ക് നല്ല മൂവിക്ക് പോയാലോ. അപ്പോൾ ഞങ്ങൾ അതിരടി മൂവിക്ക് പോകാമെന്ന് വിചാരിച്ചു. കാരണം ഒരു ടിക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് നേരം ബീച്ചിലായിരുന്നു. അവിടുന്ന് കുറച്ച് സമയം സ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ പോകുന്നത് കേട്ടോ. കാരണം ഷോയ്ക്ക് ടൈം ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കൈരളി തിയേറ്ററിലാണ് ഷോ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ കുറച്ച് നേരത്തെ തന്നെ എത്തി. പിന്നെ കടിക്കാനും പിടിക്കാനുള്ള സാധനങ്ങളൊക്കെ മെല്ലെ വാങ്ങിച്ചു. മൂവി കുഴപ്പമില്ല, വൺ ടൈം വാച്ച് അത്രേ എനിക്ക് തോന്നിയിട്ടുള്ളൂ. അങ്ങനെ വലിയൊരു ഹൈപ്പും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മളത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ബീച്ചിൽ തന്നെയുള്ള ഈറ്റ് ഔട്ടിലാണ് കയറിയത്. അപ്പം ഈറ്റ് ഔട്ടത്തെ ഫുഡും മിസ് ചെയ്യണ്ട കേട്ടോ, നല്ല ഫുഡാണ്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിൽ പോയി. എൻ്റെ വീട്ടിലത്തെ ഡോഗാണിത്, റബേക്ക. അപ്പോൾ ആളായിട്ട് നല്ല കമ്പനിയാണ് അബിയും ഞാനൊക്കെ. ഭയങ്കര റോട്ട് വീലറാകുമ്പോൾ നമുക്ക് അറിയാമല്ലോ, അത്യാവശ്യം നമ്മൾ കെയർ ചെയ്ത് പോകേണ്ട ഒരാളാണ്. എൻ്റെ ഏട്ടൻ റബേക്കനെ ഇവിടെ കൊണ്ടുവരുന്ന സമയത്ത് അന്ന് ഞങ്ങൾ പരിചയപ്പെട്ടതാട്ടോ. അന്ന് നമ്മൾ കൂട്ടായതാണ്. പിന്നെ എപ്പോഴും ഞാനിവിടെ വരുന്ന സമയത്ത് എന്നെ വേഗം മനസ്സിലാവും, പാലാട്ടമൊക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ വരുന്ന സമയത്തൊക്കെ ഇവിടെ പുറത്തൊക്കെ ഇറക്കാൻ തുടങ്ങി. അങ്ങനെ ആൾ ഞങ്ങളെ കൊണ്ട് കമ്പനി ആയത് കേട്ടോ. എന്താ എന്തേ കടല കൊടുക്ക്. തേങ്ങ കടല മൊച്ചില് ഇതൊക്കെയാണ് പ്രധാന ഭക്ഷണം. എൻ്റെ അമ്മ എന്താ എടുക്കാൻ പോയേ പൊന്നോ? റബേക്ക, അമ്മ എവിടെ പോയി? അമ്മ എന്താ എടുക്കാൻ പോയേ? റബേക്ക ഓടിച്ചല്ലേ. എപ്പോഴും വീട്ടിൽ വരുമ്പോൾ പോകുന്ന സമയത്ത് മിസ് ചെയ്യുന്നത് ഈ ഒരു മുതലിനെ കേട്ടോ. ഞങ്ങൾ യാത്രയാവുകയാണ്. എൻ്റെ വീട്ടിൽ ഏകദേശം അബീൻ്റെ വീട്ടിലേക്കൊരു 10-20 മിനിറ്റേ ഉള്ളൂ. ബൈപ്പാസിനൊക്കെ പോവുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ എത്തും. നമ്മൾ പോകുന്ന വഴിക്ക് ചെറുതായിട്ട് ഇങ്ങനെ മഴയൊക്കെ പൊടിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം മഴയത്ത് ഞാനിങ്ങനെ അബീനോട് പറയായിരുന്നു, നമുക്കൊരു ദിവസം ബുള്ളറ്റിൽ മഴ പെയ്യുന്ന സമയത്ത് പോകണം. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണത്. അങ്ങനെ ഇന്നത്തെ ദിവസം ഇങ്ങനെയേ അങ്ങ് പോയി. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ ഗൈസ്. നെക്സ്റ്റ് വീഡിയോ കാണുന്നത് വരേക്കും ബൈ. അപ്പോൾ ലൈക്കും സബ്സ്ക്രൈബും ഒന്നും മറക്കണ്ട. താങ്ക് യു.